നമസ്കാരം. എൻ്റെ കഴിഞ്ഞ ഒന്ന് രണ്ട് മെസ്സേജുകളൊക്കെ മനസ്സ് അത്രത്തോളം പെർഫെക്റ്റ് ആകണം എന്ന ലെവലിലുള്ള ചില മെസ്സേജുകളാണ്. കാരണം നമ്മുടെ മനസ്സിന്റെ പെർഫെക്ഷനിലൂടെ ആണ് ആ ദൈവമായിട്ടൊരു കണക്ഷൻ വരുന്നതെന്നും ആ ദൈവത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ, അത് മോക്ഷത്തിലേക്ക് പോകണമെങ്കിൽ പ്രകൃതി ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് നമ്മുടെ മനസ്സ് ഉയർന്നു വരണം എന്നുമൊക്കെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അത് മാത്രമല്ല, നമ്മുടെ മനസ്സിന്റെ ചിന്തകളും വികാരങ്ങളും സങ്കല്പങ്ങളും ആഗ്രഹങ്ങളും ഇങ്ങനെയൊക്കെയുള്ള പല വികാരങ്ങൾ നമ്മുടെ മനസ്സിൽ വരുന്നതിനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ടാണ് നമ്മുടെ നാളെ അല്ലെങ്കിൽ നമ്മുടെ ഭാവി കാര്യങ്ങളൊക്കെ മറ്റതർ ശക്തികൾ പ്ലാൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഇത് ഇങ്ങനെയാണ് ദൈവത്തിന്റെ അല്ലെങ്കിൽ പ്രകൃതിയുടെ ആ ഒരു പ്രോഗ്രാം. അപ്പൊ നമ്മൾ എത്ര പ്രാർത്ഥിച്ചിട്ടും അതല്ല ഫലം വരുന്നത്. പ്രാർത്ഥന ഒരു വശത്ത് നടക്കേണ്ട കാര്യം തന്നെയാണ്. അത് മനുഷ്യർ മാത്രമേ ചെയ്യുന്നുള്ളൂ. കാര്യം മനുഷ്യർ മാത്രമേ ആ ദൈവത്തെ അന്വേഷിക്കുകയും ആ ദൈവത്തെ തിരിച്ചറിയുകയും ചെയ്യുന്നുള്ളൂ. അപ്പൊ മനുഷ്യർ മാത്രമാണ് ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞും കൊണ്ടൊരു പരിപാടിക്ക് പോകുന്നത്. എന്നാൽ മറ്റ് ജീവജാലങ്ങളെല്ലാവരും ദൈവമേ എന്ന് അല്ലെ ദൈവത്തോട് മനുഷ്യർ ചെയ്യുന്ന പോലെ അല്ല അവരുടെ പ്രാർത്ഥന. അവർക്കൊരൊറ്റ പ്രോഗ്രാമേ ഉള്ളൂ. അവരുടെ മനസ്സ്, അവരുടെ വിഷമങ്ങളും അവരുടെ പരാതികളും ആ മനസ്സിൽ നിന്ന് നേരെ പ്രപഞ്ചം അല്ലെങ്കിൽ ദൈവം, ഇത്രേ ആ പ്രോഗ്രാമുള്ളൂ. സ്വതന്ത്രമായി അന്വേഷിച്ച് എന്താണ് ആ ദൈവം, നമ്മളെയൊക്കെ നിയന്ത്രിക്കുന്ന ശക്തി ആരാണ്, എന്താണ് എന്നൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ വേണ്ട ഒരു പ്രോഗ്രാം മറ്റ് ജീവജാലങ്ങൾക്കൊന്നും ഇല്ല. അവർക്ക് ജന്മനാൽ ഒരൊറ്റ പ്രോഗ്രാമേ ഉള്ളൂ. അവരുടെ ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, അതെല്ലാം പ്രകൃതിയിൽ വന്നുകൊണ്ടിരിക്കും, അതിന്റെ ഫലം പ്രകൃതിയിൽ ലഭിച്ചുകൊണ്ടിരിക്കും. ഇത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് മുസ്ലിം നിയമപ്രകാരം അല്ലെങ്കിൽ ഖുറാനിൽ പറയുന്നത് സകല ജീവജാലങ്ങളും മുസ്ലിമാണ് എന്ന് പറഞ്ഞാൽ അവരുടെ സ്വതന്ത്രമാക്കി അല്ല വിട്ടിരിക്കുന്നത്. അവർക്ക് ഒരൊറ്റ പ്രാർത്ഥന അവരുടെ മനസ്സിൽ നിന്ന് വരുന്നുള്ളൂ, ആ നേരെ പ്രപഞ്ചത്തിലോട്ട് എത്തുന്നു. വേറെ ഒരു അന്വേഷണ മനസ്സൊന്നും അവർക്ക് ഇല്ല. അങ്ങനെ അല്ല അവരുടെ ജന്മന ഉള്ള പ്രോഗ്രാം സെറ്റ്. എന്നാൽ മനുഷ്യൻ നേരെ തിരിച്ചാണ്. അവന് സ്വതന്ത്രമായി വിട്ടിട്ടുണ്ട്. ഈ വിധ കാര്യങ്ങളൊക്കെ അവൻ അറിവിലൂടെ കണ്ടെത്തണം. ആ കണ്ടെത്തുന്നതിലൂടെ അവൻ അറിഞ്ഞറിഞ്ഞ് കയറി വരണം. ഏറ്റവും അറിവുകൾ നേടി ഹൈ ലെവലിൽ കയറി വരുന്നവന് ആ ഒരു പ്രപഞ്ചത്തിൽ ആ ഒരു പൊസിഷനിലേക്ക് അവന്റെ ആത്മാവ് എത്തും. ഇതാണ് അടിസ്ഥാന തിയറി. അപ്പൊ പ്രാർത്ഥനയോടുകൂടി ഒരു മനുഷ്യൻ ജീവിച്ചാൽ അവന്റെ പ്രശ്നങ്ങൾ വിഷയങ്ങളെല്ലാം മാറുമൊന്നുമില്ല. അങ്ങനെ മാറില്ല. അത് അവൻ ദൈവത്തെ തിരിച്ചറിയുകയും അവന്റെ ആത്മാവ് പല ജന്മങ്ങളിലൂടെ മനസ്സിലാക്കി വന്ന ഒരു ദൈവം എന്നൊരു ശക്തി ഉണ്ടെന്ന തിരിച്ചറിവിലൂടെ അവൻ ഈ ജന്മത്തിലും പ്രാർത്ഥിക്കുന്നതാണ്. പക്ഷെ നമ്മുടെ വിഷയങ്ങളും പ്രശ്നങ്ങളും എല്ലാം സോൾവ് ആകുന്നത് നമ്മുടെ ആത്മീയ വളർച്ച, അതായത് നമ്മുടെ ആത്മാവിന്റെ വളർച്ചയ്ക്കനുസരിച്ചാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പലരും എന്നെ വിളിക്കുമ്പോൾ പിന്നെ തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടെ എടുത്തു പറയുന്നത്. പ്രാർത്ഥന കൊണ്ട് മാത്രം നമ്മുടെ വിഷയങ്ങളും പ്രശ്നങ്ങളും മാറൂല. പകരം നമ്മുടെ ആത്മാവും കൂടി വളരണം. ആത്മാവ് വളരേണ്ട വഴി എന്താണ്? പ്രകൃതിയിൽ മനുഷ്യന് അല്ലെങ്കിൽ ഈ ആത്മാവിന് വെച്ചിരിക്കുന്ന നിയമങ്ങൾ അനുസരിച്ച് അവൻ ജീവിക്കുമ്പോഴാണ് ആത്മാവ് വളർന്നുകൊണ്ടേയിരിക്കുന്നത്. കാര്യം ആത്മാവിന്റെ ആഹാരം എന്താണെന്ന് വെച്ചാൽ, ഈ ഭൂമിയിൽ ആത്മാവ് വന്നു, ആ ആത്മാവിന്റെ ആഹാരം നമ്മൾ എന്ന വ്യക്തി വേണം ആത്മാവിന് ആഹാരം കൊടുക്കേണ്ടത്. എന്താണ് ആഹാരം? പ്രകൃതിയിൽ അല്ലെങ്കിൽ ഈ ആത്മാവിന് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ ജീവിച്ചു കൊടുക്കുക. നെഗറ്റീവ് ആത്മാക്കളുടെ ഇഷ്ടങ്ങൾ ചെയ്തു കൊടുത്താൽ മാത്രമേ അവർക്ക് അതിന്റെ പ്രൊട്ടക്ഷൻ കാര്യങ്ങളെ കിട്ടുള്ളൂ. ഇപ്പൊ നെഗറ്റീവായിട്ട് പോകാൻ നിൽക്കുന്ന ഒരുപാട് ആത്മാക്കൾ ഭൂമിയിലുണ്ട്. അവരെ നെഗറ്റീവ് രീതിയിൽ അവർ ജീവിക്കുന്നവര് മാംസം കഴിക്കുന്നു, രക്തം കുടിക്കുന്നു, ശവങ്ങളെ ഭോഗിക്കുന്നു, വസ്ത്രങ്ങളൊന്നും ഉടുക്കേണ്ട ആവശ്യം പോലും വരുന്നില്ല. അങ്ങനെ ആ നെഗറ്റീവ് സൈഡിലോട്ട് മദ്യപിക്കുന്നു, ലഹരി ഉപയോഗിക്കും, അങ്ങനെയൊക്കെ പോകുന്ന ആത്മാക്കളുണ്ട്. അപ്പൊ അവർ തിരിച്ചറിഞ്ഞിട്ട് ആ ആത്മാവിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് കൊണ്ട് അവരും അമാനുഷികരാകും. അവർക്കും പെട്ടെന്ന് അസുഖങ്ങളൊന്നും വരില്ല, രോഗങ്ങൾ വരില്ല. അവർക്കും ഒരു മോക്ഷമുണ്ട്. പക്ഷെ എങ്ങോട്ട് ആത്മാവ് പോകും? അവർ പ്രതീക്ഷിക്കുന്ന ആത്മാവ് പോകേണ്ടിടത്തേക്ക് ആ ആത്മാവ് പോകും. അതുപോലെ പോസിറ്റീവായിട്ട് നിൽക്കുന്ന ജനങ്ങൾ, പോസിറ്റീവാണ് ഏതാണ്ട് ഒരുപാട് ഭൂമിയിലുള്ളത്. അപ്പൊ ആ പോസിറ്റീവ് ആത്മാക്കൾക്ക് പോകേണ്ട ലെവലിലേക്ക് അവരുടെ ആത്മാവിനെ തിരിച്ചറിഞ്ഞിട്ട് അതിന്റെ ഇഷ്ടങ്ങളെല്ലാം ചെയ്യുന്നതനുസരിച്ചാണ് പ്രശ്നങ്ങളും വിഷയങ്ങളൊക്കെ മാറി അവരും ഒരു അമാനുഷികരായി മാറുന്ന. അമാനുഷികർ ഞാൻ ഉദ്ദേശിക്കുന്നത് ഭയങ്കര അത്ഭുതങ്ങളൊന്നല്ല. അവർ ആഗ്രഹിക്കുന്ന കാര്യം നടക്കുന്നു, അവർക്ക് തടസ്സങ്ങളൊന്നും വരുന്നില്ല. എല്ലാവർക്കും അസുഖം വരുമ്പോൾ ഇവർക്കൊരു അസുഖം വന്നാൽ അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ അത് പെട്ടെന്ന് മാറും എന്ന് കിട്ടി, പെട്ടെന്ന് മാറുന്നു. ചില നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് മുൻകൂട്ടി അറിയാൻ പറ്റുന്നു, അതേപോലെ സംഭവിക്കും. ഇങ്ങനെയൊക്കെ ഉള്ള ലെവലിലേക്ക് ഈ പോസിറ്റീവ് ആത്മാക്കൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ അവർക്ക് അവരുടെ ആത്മാവിന്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞിട്ട് അത് ചെയ്തു പോയാൽ മാത്രമേ അത് ലഭിക്കുകയുള്ളൂ.
ഇതുകൊണ്ടാണ് ബൈബിളിലൊക്കെ പറഞ്ഞിരിക്കുന്നത്, യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്, കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യവുമില്ല. എന്റെ പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം അനുസരിച്ച് ആര് ജീവിക്കുന്നു അവന്റെ കാര്യങ്ങളാണ് ഓക്കെ ആകുന്നത് എന്ന് യേശുവും പറഞ്ഞിട്ടുണ്ട്. ഇത് യേശു എന്നല്ല, ഒരുമാതിരിപ്പെട്ട ദൈവത്തിന്റെ ജോലിക്കാരായി വരുന്ന സകലരും ഇത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുക, നീതി ന്യായവും സൽപ്രവൃത്തികൾ സത്യസന്ധത എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്ത് നമ്മൾ ആ പ്രകൃതിക്ക് ഇണങ്ങുന്ന ലെവലിലേക്ക് നമ്മൾ വളർന്നു വരണം എന്നാണ് എല്ലാവരും പഠിപ്പിക്കുന്നത്. അപ്പൊ ഇതാണ് ശരിക്കും അതിന്റെ വശം. ഇപ്പൊ പലരും എന്നെ വിളിച്ചിട്ട് എന്നോട് ചോദിക്കുന്നത്, ഈ പറയുന്നത് പോലെ നമുക്ക് ഈ ഭൂമിയിൽ ഈ കാലഘട്ടത്ത് അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്ന് ജീവിക്കാൻ പറ്റുമോ? അങ്ങനെ ശ്രമിച്ചിട്ടും നമുക്കൊന്നും പറ്റുന്നില്ലല്ലോ. അപ്പൊ അങ്ങനെ പറ്റാതെ നമ്മൾ നിരാശയിൽ ഇതെല്ലാം കളഞ്ഞിട്ട് പോവില്ലേ? പലരും ചോദിക്കുന്നുണ്ട്. കാര്യം പലരും ശ്രമിച്ചിട്ട് പറ്റുന്നില്ല. ദൈവം എന്നോട് പറയുന്നത്, നമ്മൾക്ക് ശ്രമിച്ചാൽ ഇത് സാധിക്കും. അത് സാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പണ്ടേ ഉള്ള വ്യക്തികൾ ഭൂമിയിലൊക്കെ വന്ന് ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഇത് ഇങ്ങനൊരു വകുപ്പുണ്ടെന്നും അത് സാധിക്കുമെന്നും തന്നെ പഠിപ്പിച്ചിരിക്കുന്നത്. കാര്യം പ്രകാശം കൊണ്ട് മാത്രമേ, പ്രകാശം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അറിവാകുന്ന പ്രകാശം കൊണ്ട് മാത്രമേ നമുക്കത് സാധിക്കുകയുള്ളൂ. മാക്സിമം അറിവ് സമ്പാദിച്ച അറിവിലൂടെ എല്ലാം നമ്മൾ ജീവിച്ച് സഞ്ചരിക്കുക. ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ദൈവം എൻ്റെ അടുത്ത് പറഞ്ഞതാണ്. അപ്പൊ അത് എങ്ങനെ സമ്പാദിക്കും? എന്നോട് ദൈവം പറഞ്ഞു, നീ യേശുവിനെ അറിയണം, മുഹമ്മദ് നബിയെ അറിയണം, കൃഷ്ണനെ അറിയണം, ശ്രീരാമനെ അറിയണം. ഇങ്ങനെയൊക്കെ പറയുമ്പോഴെല്ലാം ഞാൻ എവിടെ പോയി അറിയും? അപ്പൊ ഞാൻ യൂട്യൂബിലൊക്കെ പോയി ഓരോരുത്തരെ പറയുന്ന കാര്യങ്ങൾ കേൾക്കും. അപ്പൊ അതിൽ സംശയങ്ങൾ വരും. എനിക്കെന്തോ ഭാഗ്യത്തിന് ഞാൻ അത് ദൈവത്തോട് എന്റെ മനസ്സിലൂടെ തന്നെ ചോദിക്കും, ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ, എന്തുകൊണ്ടാണ് അങ്ങനെ. അപ്പൊ എനിക്ക് അതിന്റെ ഡെഫിനിഷൻസ് വിശദീകരിച്ച് ദൈവം എനിക്ക് പറഞ്ഞു തരും. അപ്പൊ എനിക്ക് പറഞ്ഞിരുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അറിവുകൾ സമ്പാദിക്കണം. കാര്യം ഓരോ കാലഘട്ടത്തും ഓരോ രീതിയിൽ നെഗറ്റീവ് ശക്തികൾ പവർഫുൾ ആകുമ്പോൾ അതിനെ ജയിക്കാനുള്ള വഴികളും കാര്യങ്ങളും ഒക്കെയാണ് ഈ ഓരോ ആൾക്കാർ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൽ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ കോമൺ ആയിട്ട് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ അതിൽ ചില വ്യക്തികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ദൈവം കൊടുക്കുന്ന അപ്ഡേറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളും പറയുന്നുണ്ട്. ഇപ്പൊ യേശുവിൽ വഴി നല്ലൊരു അപ്ഡേഷൻ കൊടുത്തിട്ടുണ്ട്. പാപ പരിഹാര ബലി, ആ ഒരു കുരുതി എന്ന് പറയുന്ന ഒരു അപ്ഡേഷൻ വലിയൊരു അപ്ഡേഷനാണ്. മുഹമ്മദ് നബിയിലൂടെ ദൈവത്തിന്റെ മനസ്സ്, ദൈവം എന്ത് കണ്ടാണ് നീതി ന്യായവും ന്യായവിധിയും ശിക്ഷയും നടത്തുന്നത്, അതെല്ലാം മുഹമ്മദ് നബിയിലൂടെ നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പല വ്യക്തികളിലൂടെയും ദൈവത്തിന്റെ മനസ്സുകൾ അവർ പങ്കുവച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ രീതി സ്വഭാവങ്ങളെല്ലാം പങ്കുവച്ചിട്ടുണ്ട്. ഇത് നമ്മൾ മാക്സിമം അറിയണം. നമ്മൾ ഏതെങ്കിലും ഒരു മതത്തിൽപ്പെട്ട് നമ്മൾ ഇന്ന മതം എന്ന് പറഞ്ഞാൽ അതിനകത്ത് തപ്പിക്കൊണ്ടിരുന്ന ഒരിക്കലും നമുക്ക് ആ ഒരു ലെവലിലേക്ക് ജയിച്ച് ഞാൻ ഈ പറയുന്നത് പോലെ അത്ര പെർഫെക്റ്റിലേക്ക് നമുക്ക് എത്താൻ കഴിയില്ല. കാരണം ഇതിനുള്ള വഴികൾ കുറച്ചപ്പുറത്ത് കുറച്ചിപ്പുറത്ത് ബുദ്ധനിൽ കുറച്ച് ഇങ്ങനെ മാറിയും തിരിഞ്ഞാണ് ശരിക്കും പ്രകൃതി വെച്ചിരിക്കുന്നത്. ഇത് എന്തിനാണ് അങ്ങനെ വെച്ചിരിക്കുന്നത് വെച്ചാൽ എല്ലാത്തിലും കൂടെ സഞ്ചരിച്ച് അറിവിലൂടെയാണ് സഞ്ചരിക്കാനുള്ളത്. അല്ലാതെ ഞാൻ ഈ പറയുന്നത് കേട്ടുകൊണ്ട് മതം മാറി സഞ്ചരിക്കാനല്ല പറയുന്നത്. മതം മാറാനാണെങ്കിലും നിങ്ങൾ സകലമാന മതങ്ങൾ മാറിക്കൊണ്ടിരിക്കേണ്ടി വരും. അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ നിൽക്കുന്ന മതത്തിൽ അതിൽ നിന്നും കൊണ്ട് നിങ്ങൾ ഉയർന്നു വരികയും ചെയ്യണം. മറ്റ് മതങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ മർമ്മങ്ങളിൽ നിങ്ങൾ കണ്ടുപിടിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ അത് കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യണം. ഇങ്ങനെ വരുന്നവർ മാത്രമേ ശരിക്കും ദൈവം ഉദ്ദേശിക്കുന്ന, ആ പ്രപഞ്ചം ഉദ്ദേശിക്കുന്ന ഹൈ ലെവലിലേക്ക് എത്താൻ കഴിയുള്ളൂ. ഒരിക്കലും ഏതെങ്കിലും ഒരു മതത്തിൽ മാത്രം നിന്നുകൊണ്ട് അതിൻ്റെ അകത്ത് തപ്പിക്കൊണ്ട് ഇതില്ലാത്ത എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു വ്യക്തിക്കും ഞാൻ ഈ പറയുന്നത് പോലെ ആ പെർഫെക്റ്റ് ലെവലിലേക്ക് അല്ലെങ്കിൽ സത്യയുഗത്തിലേക്ക് പോകേണ്ട ആ ഒരു ലെവലിലേക്ക് ആരും എത്താൻ പോകുന്നില്ല. എത്താൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഭൂമിയിൽ ദൈവം വെച്ചിരിക്കുന്ന സകല മതങ്ങളിലൂടെയും അതിലൂടെയൊക്കെ ഒളിഞ്ഞു കിടക്കുന്ന ആ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് സാധിക്കും. ദൈവം അങ്ങനെ മനഃപൂർവ്വം വെച്ചതാണ്. കാര്യം അങ്ങനെ ഉള്ള ഒരു വ്യക്തി മതി ഈ ഹൈ ലെവലിലേക്ക് ഉയർന്നു വരാൻ. അങ്ങനെ മതിയെന്ന് ദൈവം പ്ലാൻ ചെയ്ത് കൊണ്ട് തന്നെയാണ് അങ്ങനെ വെച്ചിരിക്കുന്നത്. ഞാൻ ഇതിൽ ചോദിച്ചിട്ടുണ്ട്, ഏതെങ്കിലും ഒരു വ്യക്തിയിലൂടെ തന്നെ എല്ലാം പറഞ്ഞു കൊടുത്തുകൂടെ? അല്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയിൽ തന്നെ ആശ്രയിച്ച് അവിടെ തന്നെ നിൽക്കുന്ന ഒരു മനുഷ്യന് അത് ദൈവത്തിന് ആവശ്യമില്ല. ദൈവം വെച്ച് പ്രപഞ്ച സൃഷ്ടാവാണ്. പ്രപഞ്ചം മൊത്തം നിറഞ്ഞു നിൽക്കുന്ന ഒരു മനസ്സാണ്. അപ്പൊ ആ മനസ്സിന് അതേപോലെ എല്ലാത്തിലും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാത്തിനെയും സ്വീകരിച്ചുകൊണ്ട് വരുന്ന ഒരു മനസ്സുള്ള ഒരു വ്യക്തിക്ക് ഇങ്ങോട്ട് വരേണ്ട ആവശ്യം വരുന്നുള്ളൂ എന്ന് ദൈവം പറയുന്നുണ്ട്. അതുകൊണ്ടാണ് എല്ലാത്തിലും അല്പം കൊടുത്തുകൊണ്ട് തെറ്റാക്കുന്നത്. അപ്പം നമ്മൾ അത് പോയി കണ്ടെത്തണം. നമ്മൾ അവിടെ പോയി അതെടുക്കണം, ഇവിടെ പോയി ഇതെടുക്കണം, അപ്പുറത്ത് പോയി അതെടുക്കണം, ഇങ്ങനെ എല്ലായിടത്തും എടുക്കണം. കാര്യം ഖുറാനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് 1,25,000 പ്രവാചകർ ഈ മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം 1,25,000 പ്രവാചകരെ ദൈവം ഭൂമിയിൽ അയച്ചിട്ടുണ്ട്. ഇവരെല്ലാവരെയും വിശ്വസിക്കുകയും നമ്മൾ അവരെ മാനിക്കുകയും അനുസരിക്കുകയൊക്കെ ചെയ്യണമെന്ന് ഖുറാനിലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തിനാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഇവരിലൂടെ എല്ലാം ദൈവം അല്പമായിട്ട് എന്തൊക്കെയോ വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ കണ്ടെത്തണം.
ഇത് കണ്ടെത്തി അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സ്വീകരിച്ച് വന്ന് മുന്നോട്ട് പോയാൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന ലെവലിലേക്ക് കയറി വരാൻ കഴിയുള്ളൂ. കാരണം പലരും എന്നെ വളരെ നിരാശയോടെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, എത്ര ശ്രമിച്ചിട്ടും പല കാര്യങ്ങളും അവർക്ക് ജയിക്കാൻ പറ്റുന്നില്ല, എങ്ങനെയൊക്കെ നോക്കിയിട്ടും ഈ ഒരു കുഴപ്പം മാറ്റാൻ പറ്റുന്നില്ല, നമ്മുടെ ഈ പ്രവൃത്തിയിൽ പലതും ഇനി പ്രശ്നങ്ങളും ഉണ്ട്, അത് എന്തൊക്കെയാണ്, എങ്ങനെ സാഹചര്യം പോലും നമ്മൾ അതിനെ കുരുക്കി കൊണ്ടുവരുന്നുണ്ട്, സാഹചര്യത്താൽ പോലും നമുക്ക് അതിന് രക്ഷപ്പെട്ടു പോകാൻ പറ്റുന്നില്ല, സാഹചര്യം വന്നാലല്ലേ നമുക്ക് ചെയ്യാനെങ്കിലും പറ്റുള്ളൂ, ഇങ്ങനെയൊക്കെ വന്ന് പലരും വിളിക്കുന്നുണ്ട്. ഈ സാഹചര്യങ്ങളെല്ലാം താനെ പോസിറ്റീവായി വന്നിരിക്കും. നമ്മൾ പ്രത്യക്ഷത്തിൽ കിടന്ന ബഹളമൊന്നും വെക്കെ ശ്രമിക്കുകയൊന്നും ചെയ്യണമെന്നില്ല. നമ്മൾ അറിവിലൂടെ ഒന്ന് സഞ്ചരിച്ചാൽ മാത്രം മതി. എല്ലാ മേഖലകളും സഞ്ചരിച്ച് അതിലുള്ള നമുക്ക് വേണ്ട, കാരണം ഓരോ വ്യക്തികൾക്കും ഓരോ രീതിയിലാണ് ബ്ലോക്ക്. ദൈവം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്, എനിക്ക് പറഞ്ഞിരുന്ന കാര്യങ്ങളാണ് ഞാൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ രീതിയിൽ ബ്ലോക്ക് വരും. ഇപ്പൊ ഒരു ഹിന്ദു ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ആ വ്യക്തിക്ക് പല രീതിയിൽ പലയിടത്തും ബ്ലോക്ക് വരാം. ക്രിസ്ത്യാനിയായി നിൽക്കുന്ന വ്യക്തിക്കും മുന്നോട്ടുള്ള വളർച്ചയിൽ പല ബ്ലോക്കുകൾ വരാം, മുസ്ലിമിനും വരാം. ഇങ്ങനെ പല മേഖലയിൽ നിൽക്കുന്നവർക്കും പല രീതിയിലാണ് ബ്ലോക്ക് വരുന്നത്. അപ്പം എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല ബ്ലോക്ക്. അവരുടെ ജീവിത രീതിയും ജീവിത ശൈലിയിലും അവരെ ട്രാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന നെഗറ്റീവ് ശക്തികൾ, അവർക്ക് കൊടുത്തിരിക്കുന്ന കെണിയും അനുസരിച്ച് ഓരോരുത്തരുടെ ബ്ലോക്കും വ്യത്യസ്തമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മറ്റ് പ്രവാചകരിലൂടെ അല്ലെങ്കിൽ മറ്റ് യോഗീശ്വരന്മാർ മറ്റ് മതങ്ങളിൽ വന്ന അവർ പറഞ്ഞിട്ടുള്ള ഈ വഴിയിലൂടെയെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രവർത്തിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ ഈ ബ്ലോക്ക് മാറുള്ളൂ. ഇപ്പൊ മെയിനായിട്ട് പറഞ്ഞാൽ ഹിന്ദുക്കൾക്ക് പലർക്കും ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് മാറാനുള്ള വഴി മുസ്ലിങ്ങൾ ഖുറാനിലും ക്രിസ്തീയ ഇതിലും ഒക്കെ എഴുതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഹിന്ദുവായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഖുറാനിലും ബൈബിളും നോക്കിയാൽ മതി, നിങ്ങളുടെ ബ്ലോക്ക് മാറും. ഖുറാനിൽ അല്ലെങ്കിൽ മുസ്ലിമായി നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഈ അള്ളാഹുവായിട്ടോ അല്ലെങ്കിൽ ദൈവമായിട്ടോ കണക്ഷൻ വരുന്നില്ല എങ്കിൽ നിങ്ങൾ അതിൽ നിന്നും കൊണ്ട് ക്രിസ്തീയ മതത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ഹിന്ദു മതത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും അന്വേഷിച്ച് നിങ്ങളുടെ ബ്ലോക്ക് അതിൽ നിന്ന് മാറ്റാൻ പറ്റുമെങ്കിൽ മാറ്റാനുള്ള വഴി നോക്കണം. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിവ് സമ്പാദിച്ച് വേണം മുന്നോട്ട് പോകാൻ. ഒരിക്കലും മറ്റ് അതിൽ പറഞ്ഞിരിക്കുന്ന ആവശ്യമുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് വേണ്ടത് എടുക്കുക, ബ്ലോക്ക് മാറ്റുക. ഇങ്ങനെ വേണം ചെയ്ത് മുന്നോട്ട് പോകാൻ. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഇന്നടത്ത് ഒതുങ്ങിക്കൂടുന്ന ഒരാളല്ല. നമ്മളൊരു പക്ഷിയെ പോലെ എല്ലായിടത്തും കൂടി കറങ്ങി ഓടി നടക്കുന്ന പറന്നു നടക്കുന്ന ഒരു മനസ്സുള്ള ഒരാളായി മാറണം. അങ്ങനെ ആയി മാറുന്ന വ്യക്തിക്ക് ഈ ബ്ലോക്ക് മാറാൻ കഴിയുള്ളൂ. കാരണം പലരും വിളിച്ച് പറ്റുന്നില്ല എന്ന് പറയുന്നത് നിരാശയിൽ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ കുറച്ചും കൂടി ഇത് ഡീപ്പായിട്ട് പറഞ്ഞിരുന്നത്. ഇതാണ് ശരി, എന്റെ മതമാണ് ശരി എന്നും പറഞ്ഞ് അതിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും വളർന്നു വരാൻ പറ്റൂല. വളർന്നു വന്നാലും ആ ഒരു ലെവലിൽ നിങ്ങൾക്ക് എത്താൻ കഴിയുള്ളൂ. അതിനപ്പുറത്തോട്ട് ഈ ഹൈ ലെവൽ സത്യയുഗം എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടത്തിലേക്ക് നിങ്ങൾക്ക് വരണമെങ്കിൽ എല്ലാത്തിലൂടെയും സഞ്ചരിച്ച് വരുന്നൊരു വ്യക്തിയായിരിക്കണം. നമ്മുടെ എല്ലാവരുടെയും ആത്മാക്കൾക്ക് ഓരോ റേഞ്ചാണ്. ഇപ്പൊ ചില ആത്മാക്കൾക്ക് അത്രയും പെർഫെക്റ്റ് ആയിട്ട് വരണം, ഈ ജന്മത്തിൽ തന്നെ മോക്ഷം വേണം എന്ന് ആഗ്രഹിക്കുന്ന ആത്മാക്കൾ ചിലരിലുണ്ട്. പല ജന്മങ്ങളെടുത്ത് ഇങ്ങനെയൊക്കെ അങ്ങ് പോയി പതുക്കെ നന്നായ മതി എന്ന് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചില ആത്മാക്കളുണ്ട്. പിന്നെ ഇത്ര മാത്രം പെർഫെക്റ്റ് ആയിട്ട് ആ മോക്ഷത്തിലേക്ക് പോകുന്നത്. കാര്യം മോക്ഷം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും ഈ 7th ഡയമെൻഷൻ അപ്പുറമുള്ള സൃഷ്ടാവ ദൈവം എന്ന് പറയുന്ന ഹൈലോട്ട് തന്നെ എല്ലാവരും പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതിന് കീഴേ ഒരുപാട് അദൃശക്തികളുണ്ട്. പോസിറ്റീവ് ശക്തികളുണ്ട്, നെഗറ്റീവ് ശക്തികളുണ്ട്. അപ്പൊ നെഗറ്റീവിലോട്ട് പോകേണ്ടവരുണ്ടും പോസിറ്റീവിലോട്ട് പോകേണ്ടവരും എല്ലായിടത്തും ആത്മാക്കൾ ആവശ്യമുണ്ട്. ഇപ്പൊ നമ്മളെല്ലാവരും ഈ നമ്പർ 1 തന്നെ ആകാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം, ആഗ്രഹമുള്ളവർ ശ്രമിക്കാം എന്ന് പറഞ്ഞ് അവിടെ തന്നെ വരണം എന്ന് പറയാൻ പറ്റൂല. അപ്പം പല റേഞ്ചിലുള്ള ആത്മാക്കളുണ്ട്, പലയിടത്തോട്ട് പോകാൻ വേണ്ട ആത്മാക്കളുമാണ്. അപ്പൊ അവരവർക്ക് പാലിക്കേണ്ട നിയമങ്ങൾ അത്രയും മതി, അത് ചെയ്താൽ മതി. അതെങ്ങനെ തിരിച്ചറിയാമെന്ന് വെച്ചാൽ നമ്മുടെ ആത്മാവിന്റെ ഇഷ്ടമാണത്. ഇപ്പൊ നമ്മുടെ ആത്മാവിന് ഇപ്പൊ ഒരു 10ാമത്തെ പടി, ഇപ്പൊ 1ാമത്തെ പടിയിലാണ് നമുക്ക് പോകേണ്ടതെങ്കിൽ നമ്മൾ അത്രയും പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ആത്മാവിനെ നമ്മൾ കൊണ്ടുവരേണ്ടി വരും. ഇല്ലേ ആത്മാവാത്തിൽ കൊണ്ട് വെപ്രണം പിടിച്ച് നമ്മളെ ആ ലെവലിൽ എത്തിക്കും. കാരണം ആ ആത്മാവിന്റെ ഇഷ്ടമാണ് ഫസ്റ്റ് 1ാം പടിയിലേക്ക് നമുക്ക് എത്തണമെന്നുള്ളത്. ഇപ്പൊ 2ാം പടിയിലേക്ക് പോകേണ്ട ആത്മാവ് അത്ര ക്വാളിറ്റി ആവാൻ വേണ്ടി നമ്മളെ കിടന്ന് ബഹളം വെക്കില്ല. 3ാമത്തെ പടിയിൽ, 4ാമത്തെ സ്റ്റെപ്പിൽ, 5ാമത്തെ പടിയിൽ, ഉദാഹരണം പറഞ്ഞതാണ്. അപ്പൊ ആ 10ാമത്തെ പടിയിലേക്ക് പോകേണ്ട ആത്മാക്കൾക്ക് അത്ര പെർഫെക്ഷൻ മതി. അവർ ആ 10ലേ നിൽക്കുള്ളൂ, അതിനപ്പുറത്തോട്ട് മുകളിലോട്ട് അവർ പോകൂല. പക്ഷെ നമുക്ക് അങ്ങനെ തിരിച്ചറിയാൻ പറ്റും. നമ്മൾ മാക്സിമം നമ്മൾ പോസിറ്റീവ് ആവാൻ വേണ്ടി നമ്മൾ അങ്ങ് ശ്രമിക്കുക, ജീവിക്കുക. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. ഇപ്പൊ മദ്യപാനം നിർത്താൻ പറ്റുന്നില്ല, നിർത്തണ്ട. പുകവലി നിർത്താൻ പറ്റുന്നില്ല, നിർത്തണ്ട. നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല ചെയ്യുക. പക്ഷെ നിങ്ങളുടെ ആത്മാവിനത് പോരാ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്ര കണ്ട് നെഗറ്റീവ്സിന്റെ ശല്യങ്ങൾ നിങ്ങൾ വരും. നിങ്ങൾ ആത്മാവിന് അത്രയും വളർച്ച വന്നാൽ മാത്രമേ ആ നെഗറ്റീവ് ശല്യത്തെ ജയിക്കാൻ പറ്റുള്ളൂ.
അപ്പൊ നിങ്ങൾക്ക് വരുന്ന തടസ്സങ്ങളും പ്രശ്നങ്ങളും ജയിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളാം, നിങ്ങളുടെ ആത്മാവിന് ഇനിയും വളരേണ്ട ആത്മാവാണ്. അപ്പൊ അത് നിങ്ങൾ അപ്പോൾ തിരിച്ചറിഞ്ഞിട്ട് നിങ്ങൾ കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ പല ദുശീലങ്ങളും കാര്യങ്ങളും ഒഴിവാക്കേണ്ടതുണ്ട്. ഇപ്പൊ നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിത രീതിയിൽ വേറെ പ്രശ്നങ്ങളില്ല, തടസ്സങ്ങളില്ല, കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാതെ പോകുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളണം, നിങ്ങളുടെ ആത്മാവിന്റെ റേഞ്ച് അത്രയേ ഉള്ളൂ, അത്ര മതി. കാരണം ആത്മാവിന്റെ റേഞ്ചും ആത്മാവിന്റെ ഇഷ്ടം അനുസരിച്ച് അല്ല ആത്മാവിന്റെ ആ ഒരു വളർച്ച അനുസരിച്ചാണ് വലിയ വലിയ നെഗറ്റീവ് ശക്തികൾ നമുക്ക് തടസ്സത്തിന് വരുന്നത്. ഇപ്പൊ വലിയ റേഞ്ചിലേക്ക് പോകേണ്ട ഒരു ആത്മാവ് ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് അത്രയും വലിയ ലെവലിലുള്ള ഹൈ നെഗറ്റീവ് ശക്തികളായിരിക്കും തടസ്സത്തിൽ നിൽക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു വിധി എന്നോണം നമ്മൾ അത്രയും പെർഫെക്റ്റ് ആയി മാറേണ്ടിയിരിക്കുന്നു, എങ്കിലേ അതിനെ ജയിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്കിപ്പോ മുന്നോട്ട് പോകുമ്പോൾ ഇപ്പൊ ദൈവം ഇങ്ങനെ ചെയ്തേ പറ്റൂ, അങ്ങനെ ചെയ്തേ പറ്റൂ, അങ്ങനെ നന്നായേ പറ്റൂ എന്നൊന്നും ആരെയും പറഞ്ഞ് നിർബന്ധം പിടിക്കുന്നില്ല. കാരണം ദൈവത്തിന് എല്ലാ മേഖലകളിലുണ്ട്, എല്ലാ മേഖലകളിലും ആത്മാക്കൾ പോകണം. പക്ഷെ നമ്മുടെ ആവശ്യമാണ്, നമുക്കിപ്പോ 1-ാം സ്ഥാനത്ത് പോകണോ, 2-ാം സ്ഥാനത്ത് പോകണോ, 3-ൽ പോകണോ എന്നുള്ളത് നമ്മുടെ ആത്മാവിന്റെ ആഗ്രഹമാണ്. ഇപ്പൊ 1-ാം സ്ഥാനത്ത് പോകാനായിട്ട് ഇരിക്കുന്ന ആത്മാവിന് വേണ്ടി നമ്മൾ 1-ാം തരത്തിലേക്ക് നമ്മൾ പെർഫെക്റ്റ് ആയി മാറിയേ പറ്റൂ. ആ ഒരു ലെവലിൽ എത്തിയാൽ മാത്രമേ നമ്മുടെ പ്രശ്നങ്ങളും വിഷയങ്ങളും നമുക്ക് ജയിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ നമ്മളിപ്പോ പെർഫെക്റ്റ് ആയി വരുന്നു. ഇപ്പൊ ഞാൻ തന്നെ ഒരു 15 വർഷം മുമ്പ് പെർഫെക്റ്റ് ആകണം എങ്കിലേ നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് ദൈവം പല വിഷയങ്ങൾ വരുമ്പോഴൊക്കെ എന്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അന്ന് ശ്രമിച്ച് എന്റെ വിചാരം ഇത്രയും മതിയായിരിക്കും. ഇപ്പോഴും ചില പ്രശ്നങ്ങൾ വിഷയങ്ങൾ എന്റെ ഫ്രണ്ടിൽ വരുമ്പോ എന്നോട് ഇപ്പോഴും ദൈവം പറയുന്നു, ഇനിയും നീ പെർഫെക്റ്റ് ആകണം. അപ്പൊ ഇപ്പോഴും ഞാൻ ആ പ്രോസസ് എന്റെ രീതിയിൽ പല മേഖലകളിൽ ഞാൻ പെർഫെക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്, പെർഫെക്ഷനിലോട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എങ്കിലും എനിക്ക് ചില തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ എനിക്ക് മുന്നോട്ട് വരാൻ പറ്റുന്നുള്ളൂ. കാരണം ദൈവം പറയുന്നു ഇനിയും നീ പെർഫെക്റ്റ് ആകണം. അപ്പം അതേപോലെ നമ്മുടെ വിഷയങ്ങളും പ്രശ്നങ്ങളും തടസ്സങ്ങളും നമ്മൾ എത്ര ശ്രമിച്ചിട്ട് മാറുന്നില്ലെങ്കിൽ വിചാരിച്ചു കൊള്ളണം, നമ്മൾ ഇനിയും പെർഫെക്റ്റ് ആകേണ്ട ആവശ്യമുണ്ട്. കാരണം നമ്മൾ ആത്മാവ് ഇനിയും പവർഫുൾ ആകണം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ പതുക്കെ ഓരോന്നായിട്ട് ശ്രമിച്ച് മുന്നോട്ട് പോകണം. ഇത് പലരും എന്റെ അടുത്ത് വിളിച്ച് ചോദിക്കുന്നുണ്ട്, അവർക്ക് പറ്റുന്നില്ല എന്ന് പറയുന്നതുകൊണ്ട് ഞാൻ പറയുന്നതാണ്, നിങ്ങൾ ചാടിക്കേറി ഇത് കേട്ടും കൊണ്ട് നിങ്ങൾ എല്ലാവരും ഒന്നിച്ചങ്ങ് നന്നാവാനായിട്ട് നോക്കരുത്. നിങ്ങളെ കൊണ്ട് കഴിയില്ല. ഓരോ പടിപടിയായിട്ട് നിങ്ങൾക്ക് തടസ്സങ്ങൾ മാറുന്നില്ലെന്ന് കാണുമെങ്കിൽ മാത്രം നിങ്ങൾ കുറച്ചും കൂടെ പെർഫെക്ഷനിലോട്ട് വന്നുകൊണ്ടിരുന്നാൽ മതി. അതല്ല കാര്യങ്ങൾ എപ്പോഴാണോ സ്മൂത്തായി പോകുന്നത് അപ്പോൾ അവിടെ വെച്ചങ്ങ് നിർത്താം. കാരണം അത് മതി. പ്രശ്നങ്ങളും തടസ്സങ്ങളും നിങ്ങൾക്ക് വരുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്ര ആഗ്രഹമാണ്, നിങ്ങൾക്ക് 1-ാം സ്ഥാനത്തേക്ക് എത്തണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രമിച്ച് മുന്നോട്ട് പോകണം. അല്ലാതെ കേട്ട ഉടനെ ഇപ്പം മൊത്തം നന്നാക്കാം എന്ന് വിചാരിച്ച് ആരും ശ്രമിക്കരുത്. കാരണം നമ്മുടെ ഉള്ളിലേക്ക് ഇരിക്കുന്ന നെഗറ്റീവ് ശക്തികൾ വർഷങ്ങൾ കൊണ്ട് അവിടെ വീടൊക്കെ കെട്ടി സുഖമായി കുടുംബമായിട്ട് താമസിക്കുന്നതാണെന്നുള്ള സത്യം തിരിച്ചറിയണം. ഇന്ന് പെട്ടെന്ന് എല്ലാവരും കൂടെ എവിടെ നിന്ന് ഇറങ്ങി പൊയ്ക്കോളെന്ന് പറഞ്ഞാൽ ആരും ഇങ്ങോട്ട് ഇറങ്ങി പോകില്ല. പടിപടിയായിട്ട് ഓരോരോ ലെവലിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇവരെ പുറത്താക്കാൻ പറ്റുള്ളൂ. ക്രമേണ മുന്നോട്ട് വരാൻ പറ്റില്ല, ഇത് ഒരിക്കലും സാധിക്കണ കാര്യമല്ലെന്ന് ആരും ചിന്തിക്കരുത്. സാധിക്കും. അതുകൊണ്ടാണ് ദൈവം ഇങ്ങനെ പറയുന്നത്. ശ്രമിച്ചത് നടക്കും. അത് പടിപടിയായിട്ട് ശ്രമിക്കുക, നിങ്ങൾ ജയിച്ചിരിക്കും. ഓക്കെ, ഇനി അടുത്ത ചില കാര്യങ്ങൾ അടുത്ത